ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യാൻ പോണത് എന്തായിരുന്നു, രജിസ്ട്രേഷൻ രജിസ്ട്രേഷന്റെ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ രജിസ്റ്റർ ആക്ടിവിറ്റി ഇതാണല്ലോ. ഇതിന്റെ XML എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലേഔട്ട്സിൽ രജിസ്റ്റർ XML. അപ്പൊ മെയിൻ ആക്ടിവിറ്റി ആ ബട്ടൺ നിൽക്കുമ്പോൾ ഇന്റന്റ് പോണത് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ഈ ആക്ടിവിറ്റി ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് വ്യൂ എടുത്തിടാം. ടെക്സ്റ്റ് വ്യൂവില് കൺസ്ട്രെയിന്റ് കൊടുക്കുക. രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കൂലേ ഏറ്റവും പൊക്കത്ത്, അത്. പിന്നെ അതിന്റെ അടിയിലായിട്ട് ഞങ്ങൾക്ക് 3 ടെക്സ്റ്റ് ഇൻപുട്സ് വരും. നെയിം, യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ബട്ടണും, രജിസ്റ്റർ ബട്ടണും. അപ്പൊ അതിന്റെ മുന്നേയായിട്ട് ഞാനൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് വ്യൂ നമുക്ക് ഇൻപുട്സിൽ ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിമിൽ വാലിഡേഷൻ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ വാലിഡേഷൻ കൊടുക്കുമ്പോൾ യൂസർ നെയിമിൽ നമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ വാലിഡേഷൻ അല്ലേ. അപ്പൊ രജിസ്റ്റർ നിൽക്കുമ്പോൾ ആ വാലിഡേഷൻ കാണിക്കണം. ഒരു എററിന് വേണ്ടി ഒരു ബോക്സ്. അപ്പൊ അതും കൂടെ കൊടുത്തേക്കാം ഞങ്ങൾക്ക്. ഇവിടെ 32 മാർജിൻ കൊടുത്തിട്ട് അലൈൻ ഹൊറിസോണ്ടലി ആക്കാം. പിന്നെ വിട്ട് അവിടെ തിരിഞ്ഞിരിക്കും. രജിസ്റ്റർ എന്നാക്കാം, ID രജിസ്റ്റർ ടെക്സ്റ്റ് എന്നാക്കാം. രജിസ്റ്റർ ടെക്സ്റ്റ് അതിന്റെ അകത്തുള്ള കണ്ടന്റ് രജിസ്റ്റർ. ഓൾറെഡി സ്ട്രിങ്ങിൽ ഉണ്ടെന്ന് തോന്നുന്നു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. സ്ട്രിങ്ങില് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് അതിന്റെ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആക്കാം. പിന്നെ സൈസ് വേണമെങ്കിൽ മാക്സിമം 34 വെക്കാം, ഒരു വഴിക്ക്. പിന്നെ ഓൾ ക്യാപ്സ് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കാണിക്കും. ഫോണ്ട് നമ്മുടെ മറ്റേ ഓപ്പൻസ് ബ്ലാക്ക് തന്നെ വെക്കാം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരേണ്ടത് നമുക്ക് ഇൻപുട്സ് ആണ്. 3 ഇൻപുട്സും ഒരു ബട്ടണും വന്നില്ലേ. അപ്പൊ അത് ലീനിയർ വെർട്ടിക്കൽ ലേഔട്ടില് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രെഡില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സെയിം സംഭവം. സെയിം ലേഔട്ടിൽ തന്നെ ഫസ്റ്റ് റാപ്പ് കണ്ടന്റ് കൊടുത്തിട്ട് അതിന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, കൺസ്ട്രെയിൻസ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഞങ്ങൾക്ക് അത് അലൈൻമെന്റ് കൊടുക്കാം. അപ്പൊ ഈ റാപ്പ് കണ്ടന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അറിയാലോ. ഇപ്പൊ ഇത് കണ്ടില്ലേ, അതിൽ കണ്ടന്റ് രജിസ്റ്ററിനുണ്ട്. അപ്പൊ ആ രജിസ്റ്ററിന് എഴുതിക്കണമെങ്കിൽ അത്രയും വിട്ട് അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചത് അത് രജിസ്റ്റർ മാറ്റിയിട്ട് എങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും വിട്ട് എടുക്കും. അപ്പൊ റാപ്പ് കണ്ടന്റ് കൊടുക്കുമ്പോൾ വിട്ട് റാപ്പ് ലേഔട്ട് വിട്ട് റാപ്പ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഉണ്ട് അത്ര എടുക്കും. ഇപ്പൊ 0 മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ മാർജിൻ എത്ര ഉണ്ട് അത്ര എടുക്കും അത് വിട്ട്. അപ്പൊ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ലീനിയർ ലേഔട്ടിന് നമുക്ക് ഹൊറിസോണ്ടലി ഇൻ പാരന്റ് കൊടുക്കണം, സെന്ററിൽ ഒന്ന്. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും ഒരു 16 മാർജിൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലേഔട്ട് വിട്ട് മാച്ച് കൺസ്ട്രെയിന്റ് കൊടുക്കുമ്പോൾ 16:16 എൻ ടു എൻ വരെ പോയി. പിന്നെ അതിന്റെ ടോപ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ രജിസ്റ്ററിന് എഴുതിയേക്കേണ്ട അവിടെ നിന്ന് സെന്റർ മതി, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ നേരത്തെ ഉള്ളത് തന്നെ മതി, സെന്റർ ഇൻ പാരന്റ് തന്നെ മതി. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് റാപ്പ് കണ്ടന്റ് ഞങ്ങൾക്ക് അല്ല, അത് വിട്ട് തന്നെ മതി. പിന്നെ ഞങ്ങൾക്ക് അതിൽ വേണ്ടത് 3 ഇൻപുട്സും ഒരു ടെക്സ്റ്റ് വ്യൂ അല്ലല്ലോ വേണ്ട നമുക്ക്, ഇൻപുട്ട് എഡിറ്റ് ടെക്സ്റ്റ് ആണല്ലോ. പ്ലെയിൻ ടെക്സ്റ്റ് വേണം ഒരെണ്ണം. നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ, നെക്സ്റ്റ് പാസ്വേഡിന് വേണ്ടി എഡിറ്റ് 3 ഇൻപുട്സ് വന്ന് പിന്നെ ഒരു ബട്ടൺ. ബട്ടന്റെ മുന്നേ ഞാൻ നേരത്തെ ഒരു എറർ മെസ്സേജ് കാണിക്കാൻ ഒരു ടെക്സ്റ്റ് വ്യൂ വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ടെക്സ്റ്റ് വ്യൂ അവിടെ വരും. പിന്നെ ബട്ടൺ, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ. അപ്പൊ ഇത്രയാണ് രജിസ്റ്റർ പേജിൽ വരുന്നത്. അപ്പൊ ഒരു ഇൻപുട്ട് എല്ലാത്തിനും ഞങ്ങൾക്ക് ID കറക്റ്റ് ആയിട്ട് കൊടുക്കും. ID കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്തുള്ള വാല്യൂസ് എടുക്കാൻ നല്ല പണിയായിരിക്കും. രജിസ്റ്റർ യൂസർ നെയിം തന്നെ കൊടുക്കാം. അകത്തുള്ള കണ്ടന്റ് ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സെറ്റിങ്സ് ഐക്കണുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹിന്റിൽ കൊടുക്കാം, യൂസർ നെയിം കൊടുക്കാം.
അപ്പൊ അത് ഹിന്റ് ആയിട്ട് കാണിക്കും. അതാണല്ലോ കുറച്ചും കൂടെ നല്ലത്, ടെക്സ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് വെക്കണേന്. ഇവിടെ അതേപോലെ തന്നെ ഹിന്റ് ഇമെയിലിന് ഹിന്റ് ആയിട്ട് ഇമെയിൽ തന്നെ കൊടുക്കാം. ഈ ക്യാപിറ്റൽ കൊടുക്കാം. ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിമിനും ക്യാപിറ്റൽ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഹിന്റ് കൊടുക്കാം. ചെയ്യണത് മറ്റേ ലേബിൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ലേബിൾസിന് എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. IDs കൊടുക്കാം എല്ലാത്തിനും കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതിന് രജിസ്റ്റർ യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ക്യാമൽ ഫേസിങ് കൊടുക്കാൻ വേണമെങ്കിൽ അപ്പുറത്ത് രജിസ്റ്റർ യൂസർ ഇമെയിൽ മറ്റേ യൂസറും ഈ നെയിമും യുവും എന്നും ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടിയാ. പിന്നെ പാസ്വേഡില് രജിസ്റ്റർ യൂസർ പാസ്വേഡ്. ടെക്സ്റ്റ് വ്യൂയുടെ പേര് ഞങ്ങൾക്ക് ടെക്സ്റ്റ് മാറ്റണം. അതിന്റെ ആദ്യം ഇനി അത് ലാസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ബട്ടണിന്റെ മാറ്റാം. രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ, രജിസ്റ്റർ ബട്ടൺ ഓൾറെഡി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അപ്പുറത്ത്. അത് ഓൾറെഡി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. മറ്റേ മെയിൻ ആക്ടിവിറ്റിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആഡ് യൂസർ എന്ന് പറഞ്ഞ ബട്ടൺ ആക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇവിടെ മെയിൻ ആക്ടിവിറ്റിയിൽ ഞാൻ അവിടെ കൊടുത്തേക്കണ ബട്ടൺ ഇല്ലേ, അതിന്റെ ID രജിസ്റ്റർ ബട്ടൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ആവും മിക്കവാറും. ഇതിന്റെ ടെക്സ്റ്റ് മാറ്റാം. അതിന്റെ രജിസ്റ്റർ എന്ന് പറഞ്ഞാക്കാം. പിന്നെ ടെക്സ്റ്റ് കളർ വൈറ്റ് ആക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ടിൻറ്റ് ഞങ്ങൾക്ക് ബ്ലാക്ക് ആക്കാം. ഞാൻ തീമിൽ കൊണ്ടുവരാനായിട്ട് ജസ്റ്റ്. അപ്പൊ അത് ഒന്ന്, പിന്നെ ഈ എല്ലാ ലേഔട്ട്സിനും കൂട്ടിയിട്ട് അല്ല, അതിന്റെ അകത്തുള്ള എലമെന്റ്സിനെല്ലാം മാർജിൻ കൊടുക്കണം, ടോപ്പും ബോട്ടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള സ്പേസ് കൂടും. ഈ സംഭവം ഞാൻ ഇതിലും ക്രെഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ലേഔട്ട് മാർജിൻ, ലേഔട്ട് മാർജിൻ മാർജിൻ കാണിക്കണില്ലല്ലോ. ഒറ്റ സെക്കൻഡ്. മാർജിൻ ഇങ്ങനെ കാണിക്കണം. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ എല്ലാത്തിനും കൺട്രോൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് മാർജിൻ ടോപ്പ് ഒരു 5 dp വെച്ച് കൊടുക്കാം. മാർജിൻ ബോട്ടം 5 dp കൊടുക്കാം. അപ്പൊ അതിന്റെ ഇടയിലുള്ള സ്പേസ് കൂടി അപ്പൊ കാണാൻ ഒരു ഇതുണ്ടാവും. പിന്നെ ആ ടെക്സ്റ്റ് വ്യൂ ഫൈനലി ആ എറർ കാണിക്കാൻ വേണ്ടി. അപ്പൊ രജിസ്റ്റർ എറേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ എറർ എന്ന് പറഞ്ഞു കൊടുക്കാം. രജിസ്റ്റർ എറർ, അതിന്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടില്ലേ, ടെക്സ്റ്റ് ഒരു ചിഹ്നം കണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം കാണാൻ പറ്റുള്ളൂ ആ ടെക്സ്റ്റ്. ഞങ്ങൾക്ക് എന്തായിരുന്നു, ആപ്പ് റൺ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് കാണാൻ പറ്റൂല അവിടെ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ ടെക്സ്റ്റ് വെച്ചേക്കണത്. റൺ ചെയ്യുമ്പോൾ കാണൂല അത്. ജസ്റ്റ് ഡീബഗ് ഇപ്പൊ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആയിരിക്കും വേറെ ഡ്രസ്സിന്റെ. പിന്നെ സൈസ് വേണമെങ്കിൽ ഡിഫോൾട്ടിനേലും കുറച്ച് കൂട്ടിയിട്ട് ഒരു 16 വെക്കാം. പിന്നെ ഡയറക്ഷൻ കുഴപ്പമില്ല. ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്റർ ആക്കണം. അപ്പൊ എറേഴ്സ് അവിടെ കാണിച്ച്. പിന്നെ ഫോണ്ട്, ശരി, ഫോണ്ട് നമ്മുടെ പോപ്പിൻസ് തന്നെ വെക്കാം. അപ്പൊ എറേഴ്സ് അങ്ങനെ കാണിക്കും.
പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റേ ലോഗിന്റെയും ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം. ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഓൾട്ട് എൻ്റർ അടിച്ചിട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് പോയാൽ മതി ഇത്. ഓൾട്ട് എൻ്റർ അടിക്കുക, എൻ്റർ എൻ്റർ. പിന്നെ ബാക്കിയുള്ളത് ഒരു ഹാർഡ് കോഡ് എടുക്കും. ബാക്കിയുള്ളത് കുഴപ്പമില്ല. ടാർഗറ്റ് ടൈപ്സ് സ്മോൾ അതൊക്കെ കുഴപ്പമില്ല. ബട്ടൺ ടു വൈഡ് അതൊക്കെ കുഴപ്പമില്ലാത്ത എററാ. എന്നിട്ട് ഈ സെയിം സാധനം ഞങ്ങൾക്ക് ഇതിൽ വേണം, ലോഗിനിലും വേണമല്ലോ. അപ്പൊ ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. പക്ഷെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ നോക്കണം. എപ്പോഴും വരാറുള്ള ഒരു എററാണ്. അപ്പൊ ഇതിലുള്ള IDs ഒക്കെ ഇല്ലേ, രജിസ്റ്റർ ബട്ടന്റെ ID ഒക്കെ, അതൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് ഇതില് മറ്റേത് വേണ്ട, ഇമെയിൽ വേണ്ട. അത് ഇമെയിൽ കളഞ്ഞ്. അപ്പൊ ഇതില് മാറ്റാൻ പോയി കഴിഞ്ഞാല് അപ്പുറത്തുള്ള ഐഡിയും മാറും. അത് ഇപ്പൊ ഏതായിരുന്നു, രജിസ്റ്റർ XML-ലും സെയിം ID ആണല്ലോ. അപ്പൊ റീഫാക്ടർ ചെയ്യുമ്പോൾ അവിടുത്തെ ID മാറും. അതിനും നല്ലത് ഞങ്ങൾക്ക് ഇതിന്റെ XML കോഡിൽ വന്നിട്ട് അവിടെ നിന്ന് ID മാറ്റി കൊടുക്കാം. ഇപ്പൊ ലോഗിൻ ടെക്സ്റ്റ് എന്നാക്കി, പിന്നെ സ്ട്രിങ് ലോഗിൻ ആക്കി, പിന്നെന്താ ഉള്ളത്, രജിസ്റ്റർ യൂസർ ഇമെയിൽ എന്നുള്ളത് മാറ്റണം. അത് ലോഗിൻ യൂസർ ഇമെയിൽ എന്നാക്കണം. പിന്നെന്തായിരുന്നു, പിന്നെ രജിസ്റ്റർ യൂസർ പാസ്വേഡ് എന്നുള്ളത് ലോഗിൻ യൂസർ പാസ്വേഡ് ആക്കണം. എറർ ഉള്ളത് ലോഗിൻ എറർ എന്ന് പറഞ്ഞ് കാണിക്കാം. ലോഗിനിൽ ഇപ്പൊ എങ്ങനെയാ, പാസ്വേഡ് നോട്ട് ഫൗണ്ട്, അല്ല ഓൾറെഡി ഇല്ലാത്ത യൂസർ ലോഗിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എറർ കാണിക്കണം. അങ്ങനത്തെ ഒക്കെ വെരിഫൈ ലോഗിൻ എന്നാക്കാം. ബട്ടന്റെ പേര്, ബട്ടന്റെ ID. പിന്നെ ബട്ടന്റെ പേര് മാറ്റിയില്ലല്ലേ, പേര് ലോഗിൻ എന്നാക്കണം. സ്ട്രിങ്ങിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്ട്രിങ് ലോഗിൻ എന്ന് പറഞ്ഞിരുന്നത്. സ്ട്രിങ്ങില് ലോഗിൻ. ഓക്കെ. അപ്പൊ അത് രണ്ടും ഡിസൈൻ കഴിഞ്ഞ്. ഹാർഡ് കോഡ് ഒന്നുമില്ല. കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഡിസൈനിങ്. ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിന്റെ എന്താ പറയുക, ലോഗിൻ ആക്ടിവിറ്റി, രജിസ്റ്റർ ആക്ടിവിറ്റി, അതിന്റെ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷനാലിറ്റി, ഇപ്പൊ വെരിഫിക്കേഷൻ ആണെങ്കിൽ അതിന്റെ കോഡ് ഞാൻ ഇട്ടുതരാം. ആ വീഡിയോ ഞാൻ എടുക്കാം.